സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനെ ആക്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിന് വിധേയനായ ആ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി എങ്ങും നടക്കാത്ത അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ ചില ബാഹ്യ ഇടപെടലിന്റെ ഭാഗമായി നമ്മുടെ പോലീസുകാർ തന്നെ നേരത്തെ മാഷുടെ സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നാടാണ് കേരളം. പക്ഷെ ചില തലതെറിച്ചവരും തലതിരിഞ്ഞവരും കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ലാത്തതുമൊക്കെ സർവീസിൽ കയറിയിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്. ഒരു വീട്ടില് ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ ചിലരങ്ങനെയാണല്ലോ. കാരണവന്മാർക്ക് തന്നെ തലവേദനയാണ്. ഇവരെ ചെയ്യേണ്ടത് ആദ്യമേ ഈ ഇട്ടിരിക്കുന്ന കുപ്പായം അങ്ങോട്ട് ഊരിക്കണം. അതായത് സർക്കാർ ഊരിക്കണം. ഇവരെ സസ്പെൻഡ് ചെയ്യണം. വേണ്ടി വന്നാൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം. അതിന് ഇന്നിപ്പോ കേരളത്തിൽ ഒരുപാട് IPSകാരെ കൊണ്ട് നമ്മുടെ ഭരണ നേതാക്കൾ തന്നെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഒരു IPS ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടുത്തെ റൂറൽ SP. അദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും പ്രവർത്തകരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മറുപടി, STP വിചാരിച്ചാൽ എന്ത് ചുക്ക് നടക്കും എന്നാണ് അഷ്റഫ് സാഹിബ് ചോദിക്കാറുള്ളത്. അഷ്റഫ് സാറ് സർവീസിൽ കയറിയത് SI ആയിട്ടാണല്ലോ. ഇതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയുന്നത്, അദ്ദേഹം ഇതുപോലെ ഒരു നിരുത്തരവാദപരമായ, കാരണം IPS ഇന്ത്യൻ പോലീസ് സർവീസ് സത്യമേവ ജയദേവ എന്നുള്ള തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. STPയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന്റെ പണി ചിലപ്പോ പോകുന്ന പറയണേ. അത്ര ഉറപ്പുള്ള, അത്ര പേടിയുള്ള ആളാണ്. പിന്നെ ഈ പണിക്ക് നടക്കണേ? ഈ പണിക്ക് നടക്കണോ? പോലീസിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ എന്താ പറയുന്നത്? ഒരു പോലീസുകാരൻ 10 പേരെ കൈകാര്യം ചെയ്യാൻ മാനസികമായി തയ്യാറായിരിക്കണം. നമ്മുടെ മുമ്പിൽ പോലീസുകാരൊക്കെ ഉണ്ട്. ഒരു പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കണല്ലോ, 9 മാസം ട്രെയിനിങ് കോളേജിൽ കൊടുക്കുന്നത് എന്താ? നിങ്ങള് 10 പേരെ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവരുടെ യൂണിഫോം ഇട്ട് തന്നാൽ, അതായത് 10 ആൾക്ക് ഒരു പോലീസ് മതി. അത് പണ്ട്. ഇപ്പൊ പറ്റുമോ? ഇപ്പൊ ആധുനിക സംവിധാനമോ പുകയായി പോകും. പക്ഷേ അത് പോലീസുകാർക്കറിയാം. നിരപരാധികളായ ഈ പോലീസുകാർ വെയിൽ കൊള്ളുന്നു. പലപ്പോഴും ഞാൻ വേണ്ട അവരുടെ ചങ്കിടിപ്പ് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇല്ലേ? ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ ചങ്കിടിപ്പ്. കാരണം ഇവിടെ നമ്മുടെ ചങ്കുറപ്പ് അറിയാം. ഇവിടെ മാഷു സൂചിപ്പിച്ചു, ആക്രമിക്കാൻ വന്നവനെ നമ്മുടെ പ്രവർത്തകൻ അതിശക്തമായ രീതിയിൽ പ്രതിരോധിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാം. ഇവിടെ സമാധാനപരമായിട്ടാണ് നമ്മൾ ഇരിക്കണേ. സമാധാനപരമായിട്ട് നമ്മൾ മാർച്ച് നടത്തുന്നു. ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടയം കരിയിലെ എന്നൊക്കെയുള്ള രീതിയിൽ KM മാണി പറയുമായിരുന്നു പണ്ട്. 50 വർഷമായി എന്നെ തൊടാൻ ആരുമില്ല, നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് 2 ചുമയൊക്കെ ചുമച്ചു. ഇപ്പൊ വീട്ടിലിരുന്ന് ചുമക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ എത്ര മാന്യമായ ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇതിനേക്കാൾ വലിയ ഇനി 5 വർഷം സർവീസുള്ള IPSകാരൻ ജേക്കബ് തോമസ് ജോലിക്ക് വേണ്ടി ജീവിക്കണോ അതോ സത്യത്തിന് വേണ്ടി ജീവിക്കണോ എന്നുള്ള സ്റ്റൈലില്ല. ഇപ്പോ അദ്ദേഹത്തെ പേടിച്ചിരിക്കുന്നു മന്ത്രിസഭ. വിൻസെന്റ് പോൾ എന്ന് പറയുന്ന DGP ഉദ്യോഗം തന്നെ വേണ്ട എന്ന് വെക്കുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട SP, ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകർ വിചാരിച്ചാൽ കേരളത്തിലെ 33 MLAമാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണെന്നുള്ള വിവേകം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കിത് അറിയാലോ, നിങ്ങൾക്കിത് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെയുള്ള മുന്നേറ്റമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാവരും കൂടി വളഞ്ഞുകൂത്തി തോപ്പിക്കാൻ നോക്കിയിട്ട് നടന്നോ? ഞങ്ങൾ മുന്നേറി. ഇന്ന് പലരും വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക. വളരെ ഞങ്ങളുടെ വോട്ടിൻ നിലവാരം വെച്ച് ഇന്ന് 33 MLAമാരെ കേരള നിയമസഭയിൽ പറഞ്ഞു വിടേണ്ടത് ആരെയാണെന്ന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയാ. എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനേക്കാൾ വലിയ പാർട്ടിയാണെന്ന് അതൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പകുതി പച്ച, നമ്മുടെ ഇടുന്ന യൂണിഫോമിന്റെ പാന്റ് പച്ച കളറും ഷർട്ട് ചുവപ്പ് ഇട്ടാല് നമുക്ക് മനസ്സിലാവുമല്ലോ അതൊരു വെടക്ക് കളറാ. 2 രീതിയിലുള്ള കളറാ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, തീയില്ലാണ്ട് പുക വരില്ല.
ഒരു ആംബുലൻസ് ഭരണഘടനയിൽ പറയുന്നു ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് അവന് മരുന്നില്ലെങ്കിൽ മരുന്ന് കൊടുക്കണം, അവന് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. അത് കൊടുത്ത് അവന്റെ ജീവൻ നിലനിർത്തണം. അല്ലാതെ നിങ്ങളുടെ ഹെൽമറ്റും ജാക്കറ്റും വടിയും കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ പറ്റില്ല. വിവേകത്തോടെ പ്രവർത്തിച്ച് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണം. അവൻ കൊലയാളിയാവട്ടെ, ആരുമാവട്ടെ, അല്ലെങ്കിൽ അക്രമി നിങ്ങൾ പറയുന്ന എന്തുമാവട്ടെ. ബോംബ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ 35 മിനിറ്റ് ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു. എന്ത് കിട്ടി നിങ്ങൾക്ക്? ഈ വാഹനം തടഞ്ഞു നിർത്താൻ നിർദ്ദേശം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ ആ സംഭവത്തിലുള്ള മുഴുവൻ പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ മാർച്ചിലൂടെ ആവശ്യപ്പെടുന്നത്. അത് വളരെ വേഗത്തിലായാൽ അത്രയും സമരങ്ങളും ബഹളങ്ങളും അവസാനിക്കും. മാഷ് പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ മുഴുവൻ വ്യാപകമായി വരുമ്പോ ഞങ്ങൾ ഓരോ പോലീസുകാരന്റെയും പേരെടുത്തു പറയും, ആ സാഹചര്യങ്ങൾ വിളിച്ചു പറയും. നിങ്ങൾ സമൂഹത്തിൽ ഇപ്പൊ കഴിഞ്ഞ എറണാകുളത്ത് കണ്ടില്ലേ, 3 പീത്ത വയ്ക്കുന്ന ഒരു സാധനം സർക്കിൾ ഇൻസ്പെക്ടറാ, എറണാകുളം സെൻട്രൽ സർക്കിൾ ഇൻസ്പെക്ടർ ഷെൽബി വീട്ടിൽ പോയി. എന്താണ്? ഹോട്ടൽ പൊളിക്കാൻ സഹായം പോലീസിന്റെ. ലോ ആൻഡ് ഓർഡറുള്ള പോലീസ് എറണാകുളം MG റോഡില് ഹോട്ടൽ പൊളിക്കാൻ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ സഹായം. പുറത്ത് ഇപ്പൊ സസ്പെൻഷനിലാണ്. സസ്പെൻഷനല്ല, ഇവനൊക്കെ പറഞ്ഞു വീട്ടിൽ വിടണം. അതിന് അച്ഛന്മാരും മെത്രാന്മാരും രാഷ്ട്രീയക്കാരും വിളിക്കാൻ നടക്കുന്നു. നാണം കെട്ട പോലീസുകാരെന്ന് പറയുന്ന സത്യത്തിന് വേണ്ടി ജീവിക്കേണ്ടവര്. പക്ഷെ ഇന്ന് ചില ക്രിമിനലിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കുമ്പോ ഞങ്ങള് ഒരുപാട് മാന്യതയ്ക്ക് നിരക്കാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യണ്ടല്ലോ, ഫോട്ടോ എടുക്കണ്ടല്ലോ, എടുത്തു വെച്ചോ. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എന്താണ്, ചില്ലിട്ട് വെക്കാം അല്ലേ, ചില്ലിട്ട് വെക്കാം. ഇതൊക്കെയാണ് SDPയുടെ നേതാക്കന്മാർ, പ്രവർത്തകര് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ പറയാനും ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കും. ഇത്രയും കാലം ഞങ്ങളുടെ പ്രവർത്തകരുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവരിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയോ? ഏതെങ്കിലും കേസിൽ ഇവരെ പെടുത്താൻ പറ്റുമോ? പ്രകടനം നടത്തി എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും പേരിൽ കേസെടുക്കാന്നല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒഫൻസ് ഇവരുടെ പേരിൽ കണ്ടെത്താൻ പറ്റിയോ? പിന്നെ ഇല്ലാത്ത പുകമറ, ബോംബുണ്ട് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി എന്നാ പറയുന്നത്. ഇവിടുത്തെ രഹസ്യ വിഭാഗമില്ലേ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം, അവർ തന്നെ ഇന്നതാ ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ മെസ്സേജ് പോയിരിക്കുന്നത്. വരുന്ന വാഹനത്തിൽ ബോംബുണ്ട് എന്ന് പോലീസ് പറയുന്നു. പോലീസിന് എവിടെ നിന്നാ കിട്ടിയത്? അപ്പൊ ഇതിനകത്ത് പലരും കടന്നുകൂടിയിട്ടുണ്ടോ? കാക്കിയിട്ട ഈ പോലീസ് സ്റ്റേഷനില് അപ്പൊ എല്ലാവരുടെ ഐഡന്റിറ്റി കാർഡ് നമ്മൾ ഇനി പരിശോധിക്കണം. വരുന്നത് പോലീസുകാരൻ തന്നെയാണോ എന്ന് അറിയണ്ടേ? ഇനി യൂണിഫോം മാത്രം ഇട്ടാ പോലീസാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ പറ്റില്ല എന്ന് പോലീസുകാരന് പറയാൻ പറ്റുമോ? നിങ്ങളിൽ മുതൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇയാൾ പോലീസുകാരനാണോ എന്നുള്ളത് നമുക്കും കൂടി തെളിവ് വരണം. കാരണം നമ്മൾ നികുതി കൊടുക്കുന്ന പണമാണല്ലോ ശമ്പളമായിട്ട് മാസം എണ്ണി മേടിക്കുന്നത്. അപ്പൊ നമ്മള് ഇവരെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ നമുക്കായിരിക്കുന്നു. ഇതിൽ ചാരന്മാരുണ്ടോ, ഗൂഢസംഘത്തിൽപ്പെട്ടവരുണ്ടോ, കൊട്ടേഷൻ സംഘങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനും പരിശോധിക്കാനും വേണ്ടത് നമ്മുടെ ബാധ്യതയാ. ഇപ്പൊ പറഞ്ഞില്ലേ റിപ്പോർട്ട് കൊടുക്കുന്നത്. റിപ്പോർട്ട് പിന്നെ എങ്ങനെയും കൊടുക്കാമല്ലോ. പട്ടീനെ പേപ്പട്ടിയാക്കും, അമ്മേനെ മകളാക്കും, അങ്ങനെ പല രീതിയിലും റിപ്പോർട്ട് കൊടുക്കാൻ പോലീസുകാരും മിടുക്കന്മാരാ. എഴുത്തില് ഡോക്ടറേറ്റ് നേടിയവന്മാരാണല്ലോ. അതുകൊണ്ട് ഏത് രീതിയിലും റിപ്പോർട്ട് കൊടുക്കും, നിപ്പി കൊടുക്കും. ഇപ്പൊ പറയുകയാണെങ്കിൽ രാത്രി 12 മണിയാകുന്ന അവർ റിപ്പോർട്ട് കൊടുത്താൽ റിപ്പോർട്ടാണല്ലോ. അപ്പൊ റിപ്പോർട്ടിൽ കൊടുക്കാൻ ഒരു വിഷമം ഇല്ലവർക്ക്. ഒരു ഇത്തിരി വെള്ള പേപ്പറും മഷിയും കിട്ടിയാൽ മതി, അവരവരുടെ സൗകര്യത്തിന് കൊടുക്കും. പക്ഷേ സത്യം ഇതല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസാക്ഷി, ഈ രാജ്യത്തോടുള്ള കൂറ്, ഭരണഘടനയിലുള്ള കൂറ്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ജനങ്ങളോട് ഇടപെടാൻ. മാന്യമായും സത്യസന്ധമായും നിങ്ങൾ ഇടപെടുന്നെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ പണി പാപ്പനം കൂടാണ്. പ്രിയ സഹോദരങ്ങളെ. കാരണം പെൻഷൻ മേടിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. അതിന് ഇവിടെ ഇതൊന്നും കഴിഞ്ഞ കോടതികൾ പലതുണ്ടല്ലോ. സുപ്രീം കോടതിയിൽ ഒരു പോലീസുകാരൻ കേസിന് പോവോ? ഞങ്ങൾ പോവും. ജനകീയ സമരത്തോടൊപ്പം നീതിപീഠത്തെ സമീപിക്കും ഞങ്ങൾ.
അപ്പോ കോടതി പോകുമ്പോ ഈ പറയുന്ന ഉങ്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോ നമ്മൾ പലപ്പോഴും കാണണല്ലോ, വലിയ ചക്കപ്പോത്ത് വലിക്കുന്ന പല ആൾക്കാരും വന്നിട്ട് കാലുമ്മേ വീഴും, എന്നിട്ടാ കണ്ണീര് കൊണ്ട് കാല് കഴുകി തരും, വേറെന്തെങ്കിലും വേണോ അതും ചെയ്തു തരും, അതിനും വിരോധമില്ല, എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാ. എന്താണ്, നിങ്ങൾ കൊടുത്ത കേസ് ഒന്ന് പിൻവലിച്ചാൽ ഇത് ഇപ്പോഴത്തെ ചോരത്തിളപ്പൊക്കെ മാറും. 2 പീത്തേ കയറിയിട്ടുള്ളൂ ആ ചെക്കന്റെ തോളത്ത്, ആ സബ് ഇൻസ്പെക്ടറിന്റെ തോളത്ത് 2 പീത്തല്ലേ ഇപ്പൊ കയറിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പീത്ത കയറാനുള്ളതാ. ചിലപ്പോ ഇതുപോലെ അഷ്റഫ് സാഹിബിനെ പോലെയൊക്കെ SP ആയിട്ടൊക്കെ റിട്ടയർ ചെയ്യാനുള്ളതാ. പക്ഷെ ചിലപ്പോ അതുമേ തന്നെ വളർച്ച മുരടിച്ചു പോയെന്ന് വരും. അത് ഉണ്ടാവാതിരിക്കാൻ മാന്യമായി പണിയെടുക്കണം. ഞങ്ങള് അധികമായ, ഞങ്ങൾക്കിപ്പോ വിളിച്ചു പറയാൻ മുഖ്യമന്ത്രി ഒന്നുമില്ല, ആഭ്യന്തരമന്ത്രി ഇല്ല, ഇതൊന്നും വേണ്ട. പക്ഷെ നല്ല ചങ്കുറപ്പുള്ള പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട്. അവരുടെ സമരം ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ വടിയിൽ ലാത്തിയൊക്കെ പിടിച്ചുകൂടെ നിൽക്കുമ്പോ ഇത്രയും പ്രവർത്തകരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന്? നിങ്ങളൊന്ന് ആത്മപരിശോധന. ഞാനതാ പറഞ്ഞത്, ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചങ്കിടിക്കണ്ടെന്ന് പറയാൻ. ഇത് വന്ന വഴിയെ പോകാനൊക്കെ അറിയാം, ഞങ്ങൾ പോവുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ പോകൂല. ഞാൻ പറഞ്ഞത്, ഞങ്ങള് വളരെ മാന്യമായും സൗമ്യമായും നിയമത്തെ അനുസരിച്ചും പോണവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ പ്രകടനം വന്നാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കാനല്ല വരുന്നത്. പക്ഷേ ഇത് നീതീകരിക്കാൻ പറ്റാത്ത, ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. അവിടെ നടന്നത് 6 ആണോ 60 ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പറ, ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറ, ഞങ്ങൾ പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ തരാമല്ലോ. പറ്റോ? അതിന് നിങ്ങൾക്ക് പറ്റുമോ? പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു, കേരള പോലീസ് അല്ലെങ്കിൽ റൂറൽ പോലീസ് പരാജയപ്പെട്ടു, നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തന്നു എന്ന് പറയട്ടെ, 60 മിനിറ്റിനകം ഞങ്ങൾ പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ തരാം. അതുകൊണ്ട് ഈ പണി ഞങ്ങൾക്കറിയാം, ഈ പണി ഞങ്ങൾക്കറിയാം. ആ പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. ഞങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോ നിങ്ങൾ പറയില്ലേ, പ്രതിയെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തപ്പോൾ ചിലതൊക്കെ സംഭവിച്ചു എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ ചിലപ്പോൾ വല്ലതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കുമ്പോ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവും. അത് വേണ്ട, അതല്ല വേണ്ടത്. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു, നിങ്ങൾ വാ, നിങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങൾ ആളെ കാട്ടിത്തരാം, പിടിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പോലീസ് വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ആളെ ചൂണ്ടിക്കാണിച്ചു തരാം, പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് പറയുന്നത് STPക്കാരാ, അല്ലാണ്ട് പെട്ടിക്കട നടത്തുന്നവരല്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? STPക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഈ പറഞ്ഞ KM ഷാജിയുടെ ഭാഷയിൽ ഞങ്ങൾ പെട്ടിക്കടയും മുറുക്കാനും ബീഡിയൊക്കെ ആയിട്ട് വിറ്റ് നടക്കുന്നവരാണോ? അല്ല, അതൊക്കെ വിൽക്കണവരകത്തുണ്ട്, അത് അവരുടെ ഉപജീവനമാണ്. പക്ഷെ STP എന്ന് പറയുന്നത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാളെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാ. അതിന് ഞങ്ങൾക്ക് നല്ല ചൊങ്കറപ്പുണ്ട്, ഞങ്ങൾ വരുമെന്ന്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, SP അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രവർത്തകർ STP പോടാ. പക്ഷേ ഇന്ന് മുതൽ, ഇന്നല്ല, ഈ പ്രശ്നം മുതൽ അദ്ദേഹം വീർത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങോട്ടല്ലേ വരണ്ടേ? എനിക്കറിയാം, നമ്മുടെ നാട്ടിലാണല്ലോ, നമുക്കറിയാം. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യവുമില്ല. പക്ഷെ ഈ കേസിൽ പാർട്ടിക്കുള്ള ഈ അമർഷം, ഈ പ്രവർത്തകരുടെ അമർഷം അദ്ദേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ അർപ്പിക്കുക. ഞാൻ പറയുന്നു, SP വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് പിടിക്കാവരെ. 1 മിനിറ്റിൽ ഒരാളെ വെച്ച് 60 പേരെ പിടിക്കാം. 6 പേരൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുക. 6 പേരേ ഉള്ളൂ. ഇവിടെ മാഷ് സൂചിപ്പിച്ചല്ലോ, മാതൃഭൂമിക്കാരൻ എങ്ങനെയാ വാർത്ത കിട്ടിയത്? 3 പേര് ബൈക്കിന് പോകുമ്പോ ഒരുത്തന് പരിക്കേറ്റിരുന്നു, അവനെ ആശുപത്രിയിൽ വെച്ചു. ഏത് ആശുപത്രിയാ നിങ്ങൾ പറയുന്നില്ലല്ലോ? കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആരെ കസ്റ്റഡിയിൽ എടുത്തത്? എന്തിനാ കസ്റ്റഡിയിൽ എടുത്തത്? നീ രക്ഷപ്പെട്ടോ എന്ന് പറയാനാ? അത് നിനക്കുള്ള വഴി ഒപ്പിച്ചു തരാനോ? അതോ ഒളിപ്പിക്കാനോ? എന്തിനാ? CPM-ന്റെ ഗൂഢാലോചനയുമായി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ രാജ്യത്തിനും നീതിക്കും നിലക്കാത്ത രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് പ്രിയ പോലീസുകാരെ. നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാ? കാക്കിയിട്ടിരിക്കുന്നതിന്റെ പേരിൽ, പോലീസ് എന്നുള്ള പേരിൽ, പോലീസുകാരൻ എന്നുള്ള നിലയിലാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും വരുമ്പോ എന്താ വിളിക്കണത്? എന്താടാ ഡാഷ് മോനെ അല്ലേ വിളിക്കണേ? ഞങ്ങൾ വിളിക്കൂല, ഞങ്ങൾ സാറേന്നേ വിളിക്കുള്ളൂ. അതൊരു
മര്യാദയുടെയും മാന്യതയുടെയും ഭാഷയാണ്. ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് സമയം നീട്ടി, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുള്ളത് അറിയാവുന്നതിന്റെ പേരിൽ ഇവിടെ ഈ പ്രവർത്തകനെ ആക്രമിച്ചവരെയും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെയും കൃത്യമായും, ഞാൻ വേറെ രീതിയിലേക്കൊന്നും പോണില്ല, ഞാൻ വേറെ ഭാഷയിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ പ്രവർത്തകരിവിടെ നിൽക്കില്ല. അവരുടെ അവസ്ഥ അളക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി ആവശ്യപ്പെടുന്നു, ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടതുപോലെ. പിന്നെ നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസുകാരുടെ യൂണിയൻ ഒരു പ്രശ്നമായി. ഇപ്പം ചില അസോസിയേഷൻ നേതാക്കന്മാര് ചില ആൾക്കാരുടെ മുമ്പിൽ വാലൊക്കെ ചുരുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കും. ഞങ്ങൾ പരിപൂർണമായും പറയുന്നില്ല സംഘടനാ സ്വാതന്ത്ര്യം കളയണമെന്ന്, പക്ഷെ പോലീസില് ഇപ്പൊ സംഘടനാ സ്വാതന്ത്ര്യം ഇത്തിരി കടന്നു പോണുണ്ട്. അതും നിങ്ങൾ നിയന്ത്രിച്ചു പോകുന്നല്ല. കാരണം നാളെ കുളിപ്പിച്ച് കൊച്ചിയില്ലാണ്ടായി പോകും. ഇപ്പൊ ക്യാമ്പിലൊക്കെ കിടക്കുന്ന പോലീസുകാർക്ക് യൂണിയൻ പരിപാടിയാ, വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും ഒന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ പോലീസ് വാഹനം തടയാൻ നിർദ്ദേശം കൊടുത്ത ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിന് നിയമപരമായ മാർഗം ഉണ്ടാക്കണം. ഈ ഞങ്ങളുടെ നിസാർ എന്ന് പറയുന്ന പ്രവർത്തകനെ ആക്രമിച്ച, അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചവർക്ക് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ ആവശ്യമാണ്. രണ്ട് രീതിയിൽ, ഇതിന് കൂട്ടുനിന്നവരും ഇതിനെ ആക്രമിച്ചവരുമായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെടുത്ത് മാന്യമായി പെരുമാറുക, അവരും മാന്യമായി പെരുമാറും. നിങ്ങൾ അവരെ എന്തോ നികൃഷ്ട ജീവിയായിട്ടും ആക്രമിക്കാൻ വരുന്ന പുലിയായിട്ടും ഒക്കെ കണ്ടാല് അതേ രീതിയിൽ തന്നെയായിരിക്കും പ്രതികരിക്കുക. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് മാന്യമായ രീതിയിൽ ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ഞാൻ അവിടെ പറഞ്ഞല്ലോ, ഒരു കോൺസ്റ്റബിൾ ഇപ്പോ സിവിൽ പോലീസ് ഓഫീസർ എന്നാണല്ലോ വിളിക്കുന്നത്, അത്രയും വിളിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ സാറേ എന്ന് വിളിക്കാം നമ്മള്, കാരണം ഇപ്പൊ നീട്ടം കൂട്ടിയിട്ടുണ്ട്. പണ്ട് PC പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നു, ഇപ്പൊ അതല്ലല്ലോ. നമ്മൾ അത്രയും വിളിക്കാൻ തരല്ല, പക്ഷെ നമ്മൾ സാറേ എന്ന് വിളിക്കുന്നത് മാന്യതയുടെ പേരിലാണ്. പോലീസുകാരന് നേരെ തിരിച്ചാണ് ഈ വരേണ്ട പൗരനെ വിളിക്കേണ്ടതെന്നുള്ള മാന്യത നിങ്ങൾ മറന്നുപോണ്ട് പലപ്പോഴും. പക്ഷെ കട്ടിട്ട് വരുന്നവന് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് കുറ്റം തെളിയിക്കാൻ പറ്റൂല, അത് ഞങ്ങൾക്കും അറിയാം. അത് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷെ മാന്യതയുടെ ഭാഗത്ത് മാന്യമായി തന്നെ പെരുമാറണം. പോലീസുകാർക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പോലീസുകാരോട് നിങ്ങൾ ഇന്നലെ വരെ കണ്ട ഒരു രീതിയിലല്ല ഇന്നു മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ കാണേണ്ടത്. അതിനെ നിയമപരമായി നിങ്ങൾ കൊടുക്കേണ്ട മാന്യതയും സൗഹാർദ്ദവും കൊടുത്തുകൊണ്ട് പോണം. ഇവിടെ ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെങ്കിലും ശരി, അവരെ സസ്പെൻഡ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം PR ഇഷ്യൂ ചെയ്യണം. അതാണല്ലോ പണിഷ്മെന്റ് റിപ്പോർട്ട്. പോലീസിനെ സംബന്ധിച്ച് ഒരു പണിഷ്മെന്റ് റിപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു PR ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ പോലീസുകാർക്ക് ഉറക്കം കെടും. ഈ വാഹനം തടഞ്ഞ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം പ്രഖ്യാപിച്ച് വേണ്ടി വന്നാൽ ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ മാർച്ചിൽ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ കാട്ടാളന്മാരെ, ആക്രമണത്തിനിരയായ, ബോംബ് വർഷിച്ച ഇവരെ കണ്ടെത്തി ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ നാളെ നിങ്ങൾക്കും സമാധാനപരമായി കുടുംബത്ത് പോകാം, ജോലിയെടുക്കാം. ഇല്ലെങ്കിൽ എന്നും ഇത് ഇങ്ങനെ നടക്കൂലേ? അവർ വീണ്ടും രക്ഷപ്പെടും, അവർ ഈ പരിപാടിയായിട്ട് നടക്കും, ഞങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷൻ മാർച്ചായിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് പ്രിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ വിനയത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്, രണ്ടുപേർക്കുമെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇവിടെ ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം കാണുന്നില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തും വ്യാപകമായ പ്രക്ഷോഭ പരിപാടികളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ചലിക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മാർച്ചിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.